നമസ്കാരം. ഹൃദ്രോഗം പലതരത്തിലുണ്ട്. എന്നാൽ ആ ഹൃദ്രോഗത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുകയാണെങ്കിൽ ആ കാരണങ്ങളെ ഇല്ലാതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഹൃദ്രോഗവും പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നതാണ്. ഇതിൻ്റെ കാരണം അറിയാതെ നമ്മൾ എത്ര ചികിത്സ ചെയ്തിട്ടും കാര്യമില്ല. കാരണം കൊണ്ട് വീണ്ടും ആ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകും. അതിനാൽ ഹൃദ്രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അറിയുന്നത് വളരെ നല്ലതാണ്. കാരണങ്ങൾ ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗവും കുറേശ്ശെയായിട്ട് ഇല്ലാതാവും. ആദ്യമായിട്ട് വാദം വർദ്ധിക്കുന്ന ഹൃദ്രോഗം. അതിൻ്റെ കാരണം അധികമായിട്ടുള്ള ദുഃഖം ഉണ്ടാകുക. ഏതെങ്കിലും ദുഃഖം നമ്മൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കില്ല. അതുകൂടാതെ വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടും. രണ്ടാമത്തത് ഉപവാസം ചെയ്യുന്നത് കൊണ്ടും നമ്മൾക്ക് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം വാദം ആ സമയത്ത് ഒരുപാട് കൂടുന്നത് കൊണ്ടും ഈ രീതിയിലുള്ള ഹൃദ്രോഗങ്ങൾ ഉണ്ടാകും. മൂന്നാമത്തത് അതിവ്യായാമം. കൂടുതലായിട്ടുള്ള വ്യായാമം കൊണ്ട് ഹൃദ്രോഗം ഉണ്ടാകും. അതേപോലെ തന്നെ രൂക്ഷതയുള്ള ഭക്ഷണം, അതായത് എണ്ണയൊന്നും ചേർക്കാത്ത ഭക്ഷണം കൊണ്ട് ഹൃദ്രോഗം ഉണ്ടാകും. അളവിൽ കുറഞ്ഞ ഭക്ഷണം കൊണ്ട് ഹൃദ്രോഗം ഉണ്ടാകും. ഇതുമൂലം നമ്മുടെ ശരീരത്തിലെ വായു അധികമായിട്ട് വർദ്ധിച്ചതിന് ശേഷം ഹൃദയത്തിൽ പ്രവേശിച്ച് അധികമായിട്ടുള്ള വേദന ഉണ്ടാക്കുന്നു. എല്ലാവരും പറയും ലംഘനം പരമൌഷധം എന്നെല്ലാം പറയും. പക്ഷേ അത്യധികമായിട്ടുള്ള ഉപവാസം കൊണ്ടും ഹൃദ്രോഗം ഉണ്ടാകും എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൂടാതെ രൂക്ഷമായിട്ടുള്ള ഭക്ഷണം, അതായത് ഒട്ടും തന്നെ എണ്ണ ചേർക്കാത്ത ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതുമൂലം ഹൃദ്രോഗം ഉണ്ടാകും എന്ന് ആയുർവേദം പറയുന്നു. പ്രത്യേകിച്ചിട്ട് തരത്തിലുള്ള ഹൃദ്രോഗം. വ്യായാമം നല്ലതാണെങ്കിൽ കൂടി അതിയായിട്ടുള്ള വ്യായാമങ്ങൾ കൊണ്ടും ഹൃദ്രോഗം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. വിറയൽ, ഉരുണ്ടുകയറ്റൽ, സ്തംഭനം, മോഹാലസ്യം, ഹൃദയശൂന്യത, തലചുറ്റൽ, ആഹാരം ദഹിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൽ അതിയായിട്ടുള്ള വേദന എന്നിവ വാതഹൃദ്രോഗ ലക്ഷണമാണ്. അതിനാൽ ഇത്തരം രോഗികൾ ദുഃഖം, ഉപവാസം, അതിവ്യായാമം, ഉണങ്ങിയതും രൂക്ഷതുമായിട്ടുള്ള ഭക്ഷണം, കുറഞ്ഞ ഭക്ഷണം ഇതെല്ലാം ഒഴിവാക്കണം. അടുത്തതായിട്ട് പിത്തം കൊണ്ടുള്ള ഹൃദ്രോഗം ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ നോക്കാം. കൂടുതൽ ഉഷ്ണമുള്ള ദ്രവ്യങ്ങൾ, പുളി, ഉപ്പ്, ക്ഷാരം, എരിവ് എന്നിവ കൂടുതൽ ഉപയോഗിക്കുക. ഇതുമൂലം പിത്തം കൂടി ശരീരത്തിൽ പിത്തജമായിട്ടുള്ള ഹൃദ്രോഗം ഉണ്ടാകും. അതേപോലെ തന്നെ അജീർണം, അതായത് ഭക്ഷണം ദഹിക്കായ്മ മൂലവും അജീർണത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടും മദ്യപാനം കൊണ്ടും വെയിൽ കൊള്ളുന്നത് കൊണ്ടും ഹൃദയത്തിൽ പിത്തം ക്ഷണത്തിൽ കോപിച്ച് ഹൃദ്രോഗത്തെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞു രൂക്ഷതയുള്ള ഭക്ഷണം അതേപോലെ തന്നെ ഉപവാസം തുടങ്ങിയവ വാതജമായിട്ടുള്ള ഹൃദ്രോഗം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അധികമായിട്ട് ശീലിക്കരുത് എന്നാണ് പറയുന്നത്. പിത്തത്തിൻ്റെ ഹൃദ്രോഗത്തിൽ കൂടുതൽ ഉഷ്ണമായിട്ടുള്ള ദ്രവ്യം, അതേപോലെ തന്നെ പുളി, ഉപ്പ്, എരിവ് എന്നിവ കൂടുതൽ ഒരിക്കലും ഉപയോഗിക്കരുത്. അജീർണമുണ്ടെങ്കിൽ അജീർണം നമ്മൾ ഇല്ലാതാക്കണം. അജീർണം മാറിയിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. ഹൃദയത്തിൽ ചുട്ടുനീറ്റൽ ഉണ്ടെങ്കിൽ, വായിൽ കയ്പരസമുണ്ടെങ്കിൽ, ഏമ്പക്കമിടുമ്പോൾ പുളിരസം വരികയാണെങ്കിൽ, ക്ഷീണം, ദാഹം, മോഹാലസ്യം, തലചുറ്റൽ, കൂടുതലായിട്ടുള്ള വിയർപ്പ് എന്നിവ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിത്തജമായിട്ടുള്ള ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണമാണ് എന്ന് നമ്മൾ അറിയണം. ഇനി കഫജമായിട്ടുള്ള ഹൃദ്രോഗത്തിൻ്റെ കാരണങ്ങൾ നോക്കാം. അതിയായിട്ടുള്ള ഭക്ഷണം കഴിക്കൽ, അതേപോലെ തന്നെ കൂടുതൽ ഗുരുത്വം ഉള്ളത്, അതായത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതും കൂടുതൽ എണ്ണയിൽ വറുത്തതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, യാതൊരു ചിന്തയും ഇല്ലാതെ സുഖമായിട്ട് ഇരിക്കുക, ശാരീരിക വ്യായാമങ്ങൾ ഇല്ലാതിരിക്കുക, കൂടുതൽ ഉറങ്ങുക എന്നിവ കഫ ഹൃദ്രോഗത്തിൻ്റെ കാരണമാകുന്നു. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം. ഹൃദയം തരിക്കും, അതേപോലെ തന്നെ സ്തംഭിക്കുകയും ചെയ്യും. അരുചി ഉണ്ടാകും. ഹൃദയത്തിൽ കല്ല് എടുത്തു വെച്ചതുപോലെ ഭാരം ഉണ്ടാകും. ഈ 3 ലക്ഷണങ്ങളും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് വാതത്തിൻ്റെയും പിത്തത്തിൻ്റെയും കഫത്തിൻ്റെയും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ത്രിദോഷജമായിട്ടുള്ള ഹൃദ്രോഗമാണ് എന്ന് നമ്മൾ അറിയണം. ഇനി എല്ലാ ദോഷവും കൂടി ചേർന്നിട്ടുള്ള ഹൃദ്രോഗമുള്ള ഒരു വ്യക്തി, ആ വ്യക്തി എള്ള്, ക്ഷാരദ്രവ്യം, അതേപോലെ തന്നെ വെല്ലം തുടങ്ങിയവ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അവൻ്റെ ഹൃദയത്തിൽ മുഴയുണ്ടാകും. ആ മുഴയിൽ കൃമികൾ ഉണ്ടായി അവൻ്റെ ഹൃദയം മുഴുവൻ വ്യാപിച്ച് കൃമികൾ കൊണ്ടുണ്ടാകുന്ന ഹൃദ്രോഗം ഉണ്ടാക്കും.
ഇതിൻ്റെ ലക്ഷണം ഹൃദയം സൂചി കൊണ്ട് കുത്തുന്നത് പോലെ, ശസ്ത്രം കൊണ്ട് മുറിക്കുന്നത് പോലെ തോന്നും. ഹൃദയത്തിൽ കഠിനമായിട്ടുള്ള ചൊറിച്ചിലും വേദനയും ഉണ്ടാകും. ഈ ഹൃദ്രോഗത്തെ ഉടൻ തന്നെ ചികിത്സിച്ച് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ സാധാരണ ഹൃദ്രോഗം എന്ന് പറയുന്ന സമയത്ത് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ട് എന്ന് പറയും. എന്നാൽ ഇവിടെ ആ ബ്ലോക്കിൻ്റെ കാരണങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ കാരണങ്ങളെ ഉപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ ഈ ഹൃദ്രോഗം ഇല്ലാതാകും. ഇതൊക്കെയാണ് വാതം കൊണ്ടും പിത്തം കൊണ്ടും കഫം കൊണ്ടും ഉണ്ടാകുന്ന ഹൃദ്രോഗങ്ങൾ. വാത പിത്ത കഫങ്ങളെക്കുറിച്ചിട്ട് ആയുർവേദത്തിൻ്റെ വീഡിയോ ഈ ചാനലിലുണ്ട്. അതിനെപ്പറ്റി അറിയാൻ അത് കാണുക. വന്ന രോഗം മാറാനും രോഗം വരാതിരിക്കാനും വേണ്ടിയിട്ട് ആയുർവേദ, സിദ്ധ, ഹോമിയോ, യുനാനി, പ്രകൃതി ചികിത്സ തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങൾ മാത്രം ഉപയോഗിക്കുക. പാലും പാലുൽപ്പന്നങ്ങളും പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുക. വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുക. നോൺ വെജിറ്റേറിയൻ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കുക. ഇവയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ രോഗത്തിന് ആശ്വാസം കിട്ടുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.